പെയിന്റ് അടിക്കണമെന്നുണ്ട്, പക്ഷെ എണ്ണിച്ചുട്ടപ്പ കണക്കല്ലേ പൈസ കിട്ടണം. എന്ത് ചെയ്യാൻ മക്കളെ? ഉള്ള വെള്ളം മതി, എടുത്തിട്ട് വാ. ഇത് ഉണങ്ങുമ്പോ ഇച്ചിരി എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ, ഗ്രില്ലിലൊക്കെ. രണ്ടുപേരുടെ പിടിച്ച് മിടിക്കുക. ഇരട്ടി പണി ഉണ്ടാക്കരുതാ. ഒന്ന് മുക്കിയെടുത്തോ. ആ പിഴിഞ്ഞെടുത്തോളൂ. എന്റെ ചെരുപ്പിലൊക്കെ ആക്കല്ലേ. കുക്കർ ഞാൻ ചോദിച്ചില്ലല്ലേ? ചോദിച്ചില്ല. ഏട്ടൻ ചോദിക്കണ കാലം വരുമ്പോഴത്തേക്ക് ലോകം അവസാനിക്കും. നീ നല്ലൊരു ഞായറാഴ്ച വാഴി കളയല്ലേ, കുറെ തർക്കിച്ചോണ്ടിരിക്കാതെ. ഏട്ടാ, മത്തങ്ങ പോലെ ഈ കുക്കർ ഈ മുമ്പിൽ ഇരുന്നിട്ട് ഏട്ടൻ എന്താ കാര്യം എന്ന് മനസ്സിലായില്ലേ? നീ കാര്യം പറയാം, എന്താ പ്രശ്നം? എന്താ? എത്ര നാളായിട്ട് ഞാൻ ഏട്ടനോട് പറയാ ഈ കുക്കർ ഒന്ന് മാറ്റി തരാനായിട്ട്. അപ്പൊ പറയും സാലറി കിട്ടട്ടെ, ഈ മാസം ആവട്ടെ, അടുത്ത മാസം ആവട്ടെ, അതിന്റെ അടുത്ത മാസം ആവട്ടെ. എന്നിട്ട് ഇപ്പൊ മാസം 4 ആയി. എന്തെങ്കിലും ഒരു തീരുമാനം? 4 ആയാ? ഈ 4 മാസമായിട്ട് നീ ഇതിനെ ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അത് പോകുന്നേരം വരെ പോരടി. പിന്നെ എന്തിനാണ് ഓരോ മാസം മേടിച്ചേരാന്ന് പറയണത്? പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയണം, വെറുതെ ഇങ്ങനെ പറ്റിക്കാൻ നിൽക്കരുത്. എടി, ഇവിടത്തെ കാര്യം എങ്ങനെയാണ് ഉന്തി കൊണ്ട് പോകണ കാര്യം എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാം. ആ പോക്കറ്റ് 1500 കണ്ടിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ മാസം ഫുള്ള് പോവാൻ. ഇതാണ് കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാലിന്റെയും പഞ്ചസാരയുടെ ഒക്കെ കണക്ക് പറഞ്ഞോളും. അപ്പൊ പിന്നെ ഞാനൊന്നും മിണ്ടത്തില്ലല്ലോ. ഏട്ടന് ഉണ്ണാൻ വരുമ്പോഴേ സമയത്ത് കറി ആയില്ലെങ്കിൽ മുഖം വലിക്കത്തില്ലേ? ഈ സാധനത്തിൽ എന്തെങ്കിലും ഒന്ന് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്താ പോലും ഇതിൽ നിന്ന് ആവി വരത്തില്ല. അതാണ് പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് അതിന്റെ മൂടി അങ്ങ് മാറ്റിക്കളയാം. മൂടി മാറ്റിയിട്ട് KCB കൊണ്ട് വെച്ചാൽ മതി. ഇപ്പൊ നിനക്കെന്താ പ്രശ്നം? പുതിയത് മേടിച്ചു തരണം. പുതിയ മേടിച്ചു തന്നെ. എനിക്ക് സാധനം കാണുമ്പോഴത്തേക്ക് അരിശമാണ് വരുന്നത്. അതായിരുന്നു പ്രശ്നം. അതാണോ പറഞ്ഞു? അത് കാണുമ്പോഴേ എനിക്ക് പ്രശ്നമുള്ളൂ, ഇനി കുഴപ്പമില്ലല്ലോ. ഏട്ടൻ ഇപ്പൊ ഈ ചെയ്തത് എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? ആണെങ്കിൽ നീ കൊണ്ട് കേസോട്. നാത്തൂനെ ഇങ്ങോട്ടൊന്ന് വന്നേ. അവളാരെ ജഡ്ജിയാ? നാത്തൂനെ ആങ്ങളൊക്കെ ഇപ്പൊ പാത്രം എടുത്തെറിയണ സ്വഭാവം കൂടെ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇവിടെ രാവിലെ തുടങ്ങിയതാ. അവൾക്ക് പഴയ കുക്കർ മാറ്റി പുതിയ കുക്കർ മേടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തു പോകുന്നവള്. അഹങ്കാരി. എന്താടി പ്രശ്നം? ഞായറാഴ്ചയായിട്ട് അതിന് ഈ പാത്രം എടുത്ത് ഇങ്ങനെ ഇറങ്ങി പൊട്ടിക്കേണ്ട കാര്യമുണ്ടാ? അതെ, ആദ്യം തമ്മിത്തല്ലും വഴക്കാണ്ട് ഞാൻ അതവിടെ വെച്ചേ. എന്നിട്ട് കാര്യം എന്താന്ന് പറഞ്ഞേ? നാത്തൂരെ, ഞാൻ വന്ന കാലം തൊട്ടുള്ള കുക്കറായത്. എത്ര കാലം അറിയാം ഞാൻ ഏട്ടനോട് ഇതൊന്ന് മാറ്റിത്താന്ന് പറയണത്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് വേവിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ സൈഡിൽ കൂടെയൊക്കെ ആവി പോണത്. ഒരു തുള്ളി പരിപ്പ് പോലും ഇതിൻ്റെ അകത്ത് വേവത്തില്ല. തന്നെയല്ല, ഇവിടെ കുറച്ച് ആളുകളൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇറച്ചി വേവിക്കാൻ പോലും ഒരു വലിയ കുക്കറില്ല. ഒരു 7 ലിറ്ററിൻ്റെയോ 10 ലിറ്ററിൻ്റെ ഒക്കെ കുക്കർ മതിയെന്നേ. അത് മേടിച്ചു തരാൻ പറഞ്ഞപ്പോഴേ ഈ കിടന്ന് ഇത്ര ബഹളം വെക്കണത്. അതിനെതിരെ നീ കിടന്ന് ഇങ്ങനെ തുള്ളണത്? അവള് പറഞ്ഞതിനകത്ത് എന്താ പത്ര തെറ്റ്? ഒരു വീടായ ഒരു വലിയ പാത്രമൊക്കെ വേണം, അത് കുക്കറെങ്കിൽ കുക്കർ. അത് നിനക്ക് വേല മണിയൊന്നും ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. ഒരു അങ്ങോട്ട് മേടിച്ചു കൊടുക്കും, ഒരു 10 ലിറ്റർ. ഇത് അവസാനത്തെ അടവ്. എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ട് ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി പോയാൽ മതിയല്ലോ, അപ്പൊ നമ്മൾ ആരും ഒന്നും മിണ്ടത്തില്ല. ആ ക്ലീറ്റോൻ ചേട്ടൻ പറഞ്ഞ ജോലിയൊന്നും ശരിയായാൽ മതിയായിരുന്നു. എനിക്ക് എന്റെ ആവശ്യങ്ങളെങ്കിലും നടക്കുമായിരുന്നല്ല. ഈ വീട്ടിലേക്കുള്ള ഒരു ആവശ്യത്തിനല്ലേ ഞാൻ മേടിച്ചു തരാൻ പറഞ്ഞത്, അപ്പൊ അതും പറ്റത്തില്ല. എന്തിനിപ്പോ വല്ലവന്റെയും ജോലി നോക്കണത്? ആ PSC അങ്ങ് എഴുതി അങ്ങോട്ട് എടുക്കണം. ഞാൻ എഴുതിയെടുക്കും. എഴുതിയെടുക്ക്. അപ്പൊ വേറെ എവിടെയെങ്കിലും കാര്യമില്ലല്ലോ. ജോലിയില്ല പൈസ എന്ന് പറഞ്ഞാൽ അവനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയിക്കോളാം. എന്നെ വിടത്തില്ലല്ലോ എങ്ങും. അങ്ങോട്ട് പോകണം. ഞാൻ അല്ലെങ്കിൽ കുടുംബത്തിരുന്ന് എന്തെങ്കിലും പണി ചെയ്യണം. നേരം വെളുക്കെ അതിന് കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് കേൾപ്പിക്കാൻ വേണ്ടി. ആ കുക്കറിന് എന്തെങ്കിലും പറ്റിയോ? കുക്കറിന്റെ കൈയൊക്കെ പൊട്ടി നോക്ക്, പിടിയൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. കഷ്ടമാണ്. ഈ മാസം തള്ളിക്കൊണ്ടുകൊണ്ട് 1500 രൂപയുണ്ട് കയ്യിൽ. ഇത് വെച്ചിട്ട് നീ കുക്കറോ എന്താണ് തിരിച്ചു വരുമ്പോൾ ഇവിടെ കുക്കർ ഉണ്ടാവണം, 10 ലിറ്ററിന്റെ കുക്കർ. അതിനകത്തിട്ട് തന്നെ എനിക്ക് പുഴുങ്ങണം. ഒരു 2000 രൂപ വരുമോ? എന്ത് നെറ്റി പോറാൻ പൈസ ഇല്ല എൻ്റെ കയ്യില്. പിന്നിപ്പോ എന്ത് ചെയ്യും? പൈസ ഉണ്ടല്ലോ നിന്റെ കയ്യില്. ഇത് 1500 രൂപയല്ലേ ഉള്ളു. 1500 രൂപയ്ക്ക് എവിടെ കുക്കർ കിട്ടാനാ? 1500 കിട്ടുന്ന ഒരു ചെറിയ കുക്കർ മേടിക്കണം. ചെറിയ കുക്കറാ? 10 ലിറ്ററിന്റെ കുക്കറിനല്ലേ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. ഇനി അതല്ലാതെ വേറെ വല്ലതും മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ അകത്തിട്ട് പുഴുങ്ങിയെടുക്കും.
അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും എന്റെ മാമി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മാമൻ പിന്നീട് മര്യാദയ്ക്ക് ഒരു കുക്കർ വാങ്ങിച്ചിടാന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇത്രയും വലിയ കുക്കറിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇവിടെ ആര് വരാൻ? ചുമ്മാ ഇരുന്ന് ബഹളം ഉണ്ടാക്കി. ഡീ മതിട്ടാ, ഒരുപാട് വലിയ വർത്താനം പറയണ്ട എൻ്റെ മോള്. നിനക്ക് എങ്ങനെ എന്തറിയാം വീട്ടുകാര്യങ്ങളെ കുറിച്ച്? പെണ്ണുങ്ങളായ അങ്ങനെ ഇച്ചിരി വലിയ പാത്രമൊക്കെ കാണുമ്പോഴത്തേനും കൊതിയൊക്കെ തോന്നും. അത് ഞങ്ങൾ മേടിക്കുകയും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഉടനെ അതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കാനാണെന്നാണ് വിചാരിച്ചത്? ഒന്നുമല്ല, ചിലപ്പോൾ മരിക്കണവരെ അത് ഞങ്ങൾ പൊട്ടിച്ചില്ലാന്നിരിക്കും. അതങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനം, അത്രേ ഉള്ളൂ. നാത്തൂന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന നമുക്കൊരു കുക്കർ മേടിക്കായിരുന്നു. അതാണ് എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ അത് നാത്തൂനും കൂടെ സ്വന്തമാവുമല്ലോ. അല്ല, അപ്പൊ നാത്തൂനും കൂടെ പൈസ ഇടുവാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ആവുമല്ലോ. അത് സ്വന്തമായിട്ട് എടുക്കാമല്ലോ. ഈ 10 ലിറ്ററിന്റെ കുക്കറിന് എത്ര രൂപ? 3000 രൂപയൊക്കെ ആവുമായിരിക്കും. 3000 രൂപ ആവുമല്ലോ. ഇതിപ്പോ എത്ര ഉണ്ട്? 1500. 1500. അപ്പൊ 1500 രൂപ കൂടി കിട്ടണം അല്ലേ? സത്യത്തിൽ എൻ്റെ കയ്യിൽ ഇല്ല. പിന്നെ ഉണ്ട്, ഈ മേടിച്ച കുക്കർ എനിക്കും കൂടി സ്വന്തമാണല്ലോ. ഈ മേരി ചേച്ചി ഇല്ലേ, മേരി ചേച്ചിയുടെ കുറച്ച് പൈസ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ എടുക്കാം. അതിപ്പോ ഉടനെ കൊടുക്കണോ? അത് കൊടുക്കണം, പിന്നെ കൊടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താ പോരെ? അതെടുക്കണം. എന്നാൽ ഞാൻ എടുക്കട്ടെ? എടുക്കപ്പോ ഞാൻ റെഡി ആവട്ടെ? റെഡി ആയിക്കോ. പക്ഷെ കുക്കർ ഇപ്പൊ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നാത്തൂന് ഉപയോഗിക്കാമല്ലോ. അങ്ങനെയല്ല, എൻ്റെ കൂടി സ്വന്തം. സ്വന്തം. ഒരുങ്ങട്ടെ. ഇവിടെ ഇരുന്നോളണം. കടയിൽ പോയിട്ട് വരുമ്പോഴത്തേനും. ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കല്ല, രണ്ടുപേരില്ലേ? ഇവിടെ കൂടെ നോക്കിക്കോണേ.